സാമാന്യ ബുദ്ധിമുള്ള മലയാളികൾ അവരവർ കിടന്നുറങ്ങുന്ന വീടിന്റെ ടെറസിന് ഇങ്ങനെ വിള്ളൽ വന്ന് വെള്ളം കിനിഞ്ഞിറങ്ങിയാൽ സമ്മതിക്കുമോ? കയറി താമസിക്കാത്ത വീടിന്റെ പണം കൊടുക്കാൻ സമ്മതിക്കുമോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പൊ പിന്നെ ഈ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ വഞ്ചിക്കാതെ വിശ്വാസത്തോടെ അവരെ ചേർത്ത് നിർത്തണം. അതിന് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം. ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മാണ പ്രവർത്തനമല്ലേ നടത്തുന്ന ഒരാളെങ്കിൽ? ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഈ കെട്ടിടം ഒരു വേനൽ മഴയിൽ വെള്ളം കിനിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണോ? അപ്പോൾ ഇനി താമസിച്ചതിന് ശേഷം വരുന്നതിൻ്റെ ഒക്കെ ഒരു അറ്റകുറ്റപ്പണി നടത്തുമെന്ന്. അതിനുള്ള ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തൊടുപുഴ കരിമണ്ണൂരിലെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുന്നു. ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തോ? അതുപോലെ നിരവധിയുണ്ട്. ചെമ്പൂച്ചിറ സ്കൂളിന്റെ 2ാം നില പണിതുയർത്തി, കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച പണിതുയർത്തിയെ പൊളിച്ചു മാറ്റേണ്ടി വന്നു. സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ അത്രയും കാലം കൂടി പെരുവഴി കിടക്കുക എന്നുള്ള അതിന്റെ അർത്ഥം. 2 വർഷമായിട്ടും വിഷുവിന് കൊടുക്കുമെന്ന് പറഞ്ഞ വീടാണ്. വിഷു പിന്നെ ഏത് വർഷമാണെന്ന് മുഖ്യമന്ത്രി പറയാത്തതുകൊണ്ട് ആളുകൾക്ക് ആ വിഷയത്തിൽ തർക്കിക്കാൻ പറ്റൂല. 2026 വിഷു അന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെ കുഴപ്പം അല്ലേ? മുഖ്യമന്ത്രി ഏത് വർഷത്തെ വിഷു അന്ന് പറഞ്ഞില്ല. പക്ഷെ വിഷുവിന് മുമ്പ് കൊടുക്കാന്ന് പറഞ്ഞ വീട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലും കിട്ടുമല്ലോ എന്ന് പറയാം. താമസിച്ചതിന് ശേഷം വിള്ളൽ വീണ് വെള്ളം ചോർന്നാൽ അപ്പോ ഊരാളുങ്കലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു. അങ്ങനെയല്ല. പണം കൊടുക്കുന്നതിന് മുമ്പ് കോൺട്രാക്ടറെ കൊണ്ട്, കരാറുകാരനെ കൊണ്ട് മറുപടി പറയിപ്പിച്ച് ഇതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഇത് ക്ലിയർ ആയിട്ട് ഈ ജനങ്ങളെ ബോധിപ്പിക്കണം. താമസിക്കാൻ പോണ ആളുകൾക്ക് സകല വിശ്വാസത്തോടും കൂടി അതിന്റെ അടിയിൽ കിടക്കാൻ പറ്റണം. അങ്ങനെ കിടക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസ്യത നിലവിലില്ല. അത് ഇനി ആർജിക്കേണ്ടതാണ്.